ആർടിഒ അനുവദിച്ച സമയത്തിനാണ് ബസ്സുകൾ സർവീസ് നടത്തുന്നത്. പല ചോദ്യങ്ങളും ഒരുപക്ഷെ നിങ്ങൾക്ക് അതിനെ പറ്റിയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ നമ്മൾ പരമാവധി ആ സമയത്തിന് ഓടുന്നതിന് വേണ്ടിയാണ് പല അപകടങ്ങളും ഉണ്ടാകാനുള്ള കാരണങ്ങളായിട്ട്. എന്നാൽ ഇന്ന് മുണ്ടുപറമ്പിൽ വലിയ ഗതാഗത തടസ്സം നേരിടുന്നു ചില ട്രാഫിക് ഡ്യൂട്ടിയിലുള്ള ആളുകൾ. കാവുങ്ങൽ വഴി ബസ് തിരിച്ചുവിടുക. ഒരിക്കലും ആർടിഎ അനുവദിച്ച റൂട്ടിലൂടെ വല്ല സമ്മേളനങ്ങളും കാര്യമൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് തിരിഞ്ഞു പോകാറുണ്ടെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ തന്നെ ഇത് തിരിച്ചുവിടുക. അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലാ പോലീസ് സൂപ്രണ്ടിന് ഞങ്ങളെ പരാതി നൽകിയിരുന്നു. പരാതിയിൽ ഒപ്പിട്ട ബസ്സുകളെ പ്രത്യേകം തിരിച്ചുവിടുന്ന ഒരു സാഹചര്യം പിന്നീടുണ്ട്. ഞാൻ ആ സംഘടനയുടെ സെക്രട്ടറി ഉള്ളതിലേക്ക് ഒപ്പിട്ടിരുന്നു. ഇന്ന ബസ്സൊക്കെ വൈകുന്നേരം എന്തായാലും അതിൽ പോകും. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് ബന്ധപ്പെട്ട അതിന്റെ അധികാരികളോട് പറയാനുള്ളത് അവിടുത്തെ ഗതാഗത തടസ്സം നിയന്ത്രിക്കുന്നതിന് വേണ്ടി മഞ്ചേരി മലപ്പുറം റൂട്ടിൽ അവിടെ മേൽപ്പാലം അനുവദിക്കണമെന്ന്. അല്ലാത്ത അവിടുത്തെ വിഷയങ്ങൾ ഒരിക്കലും തീരാൻ സാധിക്കൂല. കാരണം അത് തുടങ്ങിയ കാലത്ത് ചില ഭൂമാഫിയകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിന്റെ അലൈൻമെന്റ് അങ്ങനെ വന്നിട്ടുള്ളത്. അല്ലാതെ ഒരിക്കലും ഒരു മെയിൻ റോഡിൽ രണ്ട് ബൈപ്പാസ് വന്ന് ചേരുമ്പോൾ ആ ഒരു ഗ്യാപ്പ് ഇടുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഇത് ഏതോ ഭൂമി മുതലാളിനെ സംരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ അതിന് ഉള്ള ഒരു സാഹചര്യം ഇനി അവിടെ അതിന് പരിഹാരമാർഗമുണ്ട്. രണ്ടാമതായി ഞങ്ങൾക്ക് പറയാനുള്ളത് മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ ബസ്സുകൾക്ക് സമയം അനുവദിച്ചിട്ടുള്ളത് മലപ്പുറം കുന്നുമലാണ്. പല ബസ്സുകളും കിലോമീറ്ററിൽ കുറവിലുള്ള റണ്ണിംഗ് ടൈമാണ് അനുവദിച്ചിട്ടുള്ളത്. കാരണം 17 കിലോമീറ്ററുള്ള വേങ്ങര മലപ്പുറം 35 മിനിറ്റ് കിട്ടേണ്ട ബസ്സുകൾക്ക് ആർടിഒ അനുവദിച്ചിട്ടുള്ളത് 30 മിനിറ്റ്. അപ്പൊ ഇതൊക്കെ ഞങ്ങൾ സഹകരിച്ചുകൊണ്ട് ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് സർവീസ് നടത്തുന്നത്. കാരണം 30 മിനിറ്റ് എടുത്ത് കോട്ടക്കുന്നും വേഗർന്നും വരുന്ന മഞ്ചേരിക്ക് പോണ ബസ്സുകളൊക്കെ സഹകരിച്ചുകൊണ്ട് ഒരു ധാരണയിലാണ് സർവീസ് നടത്തുന്നത്. അപ്പൊ അതിന് അനുയോജ്യമായ ഒരു ബസ് സ്റ്റാൻഡ് മലപ്പുറം കുന്നുമ്മലിൽ നിർമ്മിക്കണം എന്നാണ്. കാരണം മലപ്പുറത്തേക്ക് ഒരു വികസനം വരുമ്പോ പഴയ കാലത്ത് അത് പാലയിലേക്ക് കൊടുത്തു അവിടെ നല്ലൊരു സ്റ്റാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് മലപ്പുറത്തെ ജനങ്ങൾക്കും മലപ്പുറത്തെ സാധാരണക്കാർക്കും അതുകൊണ്ട് യാതൊരു ഗുണം. ഇപ്പൊ മലപ്പുറം വല്ല വികസനത്തിന്റെ കാര്യത്തിൽ മുൻപന്തിയിലാവുമ്പോൾ സ്വകാര്യ ബസ്സുകളെ സംബന്ധിച്ച് മലപ്പുറത്തിന്റെ വികസന ഒരു മുരടിപ്പാണ് ജില്ലാ ആസ്ഥാനത്ത് ഒരു പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഇല്ല എന്ന് പറയും. കാരണം കോട്ടപ്പടിക്കര ബസ് സ്റ്റാൻഡ് ഉണ്ട്. അതില് കോട്ടപ്പടി ഭാഗത്തുനിന്ന് ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് വന്ന് തിരിച്ച് പോലീസ് സ്റ്റേഷന്റെ മുൻപന്തിയിലൂടെ പിന്നെ കുന്നുമലിലേക്ക് കയറുമ്പോൾ അത് റോങ് സൈഡിലൂടെ ഇറങ്ങി. ഒക്കെ നിങ്ങൾക്കവിടെ പോയി നോക്കിയാൽ മനസ്സിലാവും. മോട്ടോർ ഡിപ്പാർട്ട്മെന്റ് പോലീസും റോങ് സൈഡിലൂടെ ബസ് കയറണമെന്ന് പറയാൻ അവർക്ക് അധികാരമുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ പല ചെറിയ അപകടങ്ങളുണ്ടായി. 2 വലിയ അപകടത്തിൽ 2 ആൾ മരണപ്പെട്ടു. പെരിന്തൽമണ്ണയിലേക്ക് പോകുന്ന ഒരു ബസ്സിനും പിന്നെ തിരൂരിൽ നിന്ന് വരുന്ന ഒരു ബസ്സിനും അങ്ങനെ 2 ആൾ മരണപ്പെട്ടു. ഏവർക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ. ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മോൾ, പാൻ ബസാർ, തിരൂർ.